കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ സ്റ്റോറി. ഇന്നും ഞാനൊരു കഥയായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഥയുടെ പേരാണ് പരോപകാരാർത്ഥമിതം ശരീരം. ഹിമവാന്റെ മടിത്തട്ടിൽ കാഞ്ചനാപുരം എന്ന നാട്ടിൽ ജീമൂതകേതു എന്നൊരു വിദ്യാധരൻ ജീവിച്ചിരുന്നു. കുലദേവതയായ കൽപ്പവൃക്ഷം അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് ജീമൂതവാഹനൻ എന്നൊരു പുത്രൻ ജനിച്ചു. ജീമൂതവാഹനൻ വളർന്ന് യുവരാജാവായി. രാജ്യഭരണം ഏറ്റെടുത്ത ജീമൂതവാഹനനോട് മന്ത്രിമാർ പറഞ്ഞു, കൽപ്പവൃക്ഷം കുലദേവതയായി നമുക്കുള്ള കാലത്തോളം ഈ ലോകത്തിൽ നമ്മെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അവിടുന്ന് ആ കൽപ്പവൃക്ഷ പൂജ മുടങ്ങാതെ അനുഷ്ഠിക്കണം. കൽപ്പവൃക്ഷത്തിന്റെ സിദ്ധിവിശേഷങ്ങൾ അറിഞ്ഞ ജീമൂതവാഹനൻ ചിന്തിച്ചു. തന്റെ പൂർവികന്മാർ കൽപ്പവൃക്ഷത്തെ കേവലം സ്വാർത്ഥ പൂരണത്തിനു വേണ്ടിയാണല്ലോ ഉപയോഗിച്ചിരുന്നത്. സർവകാമപ്രദമായ ഇതിനെ ലോകോപകാരത്തിനു വേണ്ടി വിനിയോഗിക്കുക തന്നെ. ജീമൂതവാഹനൻ കൽപ്പവൃക്ഷത്തെ പൂജിച്ചുകൊണ്ട് അപേക്ഷിച്ചു, ഉത്തമ വൃക്ഷമേ, ഈ ഭൂമിയെ ഐശ്വര്യ സമ്പന്നമാക്കുക, സുഖസമൃദ്ധമാക്കുക, അതുമാത്രമേ എനിക്ക് അപേക്ഷിക്കുവാനുള്ളൂ. കൽപ്പവൃക്ഷം കനിഞ്ഞു. ലോകം ധനസമ്പൂർണമായി, സുഖസമൃദ്ധമായി, ദാരിദ്ര്യം നാമാവശേഷമായി. ജീമൂതവാഹനന്റെ പേരും പ്രശസ്തിയും 3 ലോകങ്ങളിലും പരന്നു. അസൂയ കൂടിയ വിദ്യാധരന്മാർ ജീമൂതവാഹനനെതിരായി യുദ്ധത്തിന് പുറപ്പെട്ടു. ജീമൂതവാഹനൻ ചിന്തിച്ചു, യുദ്ധം അനാവശ്യമാണ്. എത്രയെത്ര ജീവിതങ്ങളാണ് യുദ്ധം മൂലം നശിക്കുന്നത്. കേവലം ഒരു രാജ്യത്തിനു വേണ്ടി എന്തിനാ മഹാപാപം ചെയ്യണം? രാജ്യം ശത്രുക്കൾ എടുത്തുകൊള്ളട്ടെ. രാജ്യം ഉപേക്ഷിച്ച് അച്ഛനമ്മമാരോടൊത്ത് ജീമൂതവാഹനൻ മലയപർവ്വതത്തിലെത്തി ആശ്രമം കെട്ടി താമസം ആരംഭിച്ചു. അവിടെ വെച്ച് സിദ്ധരാജാവായ വിശ്വാവസുവിന്റെ പുത്രൻ മിത്രാവസുവുമായി സഖ്യത്തിലായി. മിത്രാവസുവിന്റെ സഹോദരിയും സുന്ദരിയുമായ മലയവതിയെ വിവാഹം ചെയ്തു. ഒരിക്കൽ ജീമൂതവാഹനൻ സുഹൃത്തായ മിത്രാവസുവും ഒന്നിച്ച് വനപ്രദേശത്ത് സഞ്ചരിക്കുമ്പോൾ ഒരിടത്ത് ധാരാളം അസ്ഥികൾ കൂടിക്കിടക്കുന്നത് കണ്ടു. ഇതെന്താണെന്ന് ജീമൂതവാഹനൻ ചോദ്യത്തിനുത്തരമായി മിത്രാവസു ഇപ്രകാരം പറഞ്ഞു. നാഗമാതാവായ കദ്രു ഗരുഡമാതാവായ വിനതയെ വ്യാജമായ കരാറ് കൊണ്ട് തന്റെ ദാസിയാക്കി. ഗരുഡൻ അമ്മയെ മോചിപ്പിച്ച ശേഷം കദ്രുവിന്റെ മക്കളായ നാഗങ്ങളെ തിന്നു തീർക്കാൻ തുടങ്ങി. നാഗങ്ങളെല്ലാം വിഷമിച്ചു. നാഗരാജാവായ വാസുകി ഗരുഡനുമായി ഒരു കരാറുണ്ടാക്കി. ഓരോ ദിവസവും ഓരോ നാഗത്തെ കൊടുത്തുകൊള്ളാം. ഗരുഡൻ നാഗലോകത്ത് ചെന്ന് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല എന്നതായിരുന്നു കരാർ. ഗരുഡൻ അത് സമ്മതിച്ചു. വാസുകി ഓരോ ദിവസവും ഓരോ സർപ്പത്തെ അയച്ചു കൊടുക്കും. ഗരുഡൻ അവയെ കൊന്നു തിന്നും. അതിനെ തിന്നു തീർത്ത സർപ്പങ്ങളുടെ അസ്ഥികളാണ് ഇവിടെ കൂടിക്കിടക്കുന്നത്. ജീമൂതവാഹനന് കുണ്ഠിതം തോന്നി. വാസുകി ഒരു രാജാവാണ്. സ്വന്തം പ്രജകളെ താൻ തന്നെ ശത്രുവിന് ബലി കൊടുക്കുക കഷ്ടം തന്നെ. ഈ അപകടത്തിൽ നിന്ന് നാഗങ്ങളെ രക്ഷിക്കുക തന്നെ ജീമൂതവാഹനൻ തീരുമാനിച്ചു. മിത്രാവസുവിനെ ആശ്രമത്തിലേക്ക് മടക്കി അയച്ചിട്ട് ജീമൂതവാഹനൻ അവിടെ നിന്നു. അകലെ ഒരു വൃദ്ധയുടെ ദീനസ്വരത്തിലുള്ള കരച്ചിൽ കേട്ടു. അദ്ദേഹം അങ്ങോട്ട് ചെന്നു. ഒരു യുവാവിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു വൃദ്ധ പൊട്ടിക്കരയുന്നു. യുവാവ് വൃദ്ധയെ ആശ്വസിപ്പിച്ച് മടക്കി അയക്കാൻ ശ്രമിക്കുന്നു. എന്താണിതിന്റെ അന്ത്യമെന്നറിയാൻ ജീമൂതവാഹനൻ കാട്ടിൽ ഒളിച്ചു നിന്നു. വൃദ്ധ പറഞ്ഞു, എന്റെ പൊന്നുമോനെ, നിന്നെ ഞാൻ ഒന്നുകൂടെ കണ്ടുകൊള്ളട്ടെ. നിന്നെ കൂടാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നീചനായ ഗരുഡന് കൊടുക്കാൻ എന്റെ മകനെ തന്നെ നിർദ്ദയനായ ആ വാസുകി തിരഞ്ഞെടുത്തല്ലോ. യുവാവ് വീണ്ടും അമ്മയെ ആശ്വസിപ്പിച്ചു. അമ്മ മടങ്ങിപ്പോകൂ. എന്റെ നമസ്കാരം സ്വീകരിച്ചുകൊണ്ട് സമാധാനമായി പോകൂ. ഗരുഡൻ വരാറായിരിക്കുന്നു. വൃദ്ധ കണ്ണീരോടെ മകനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു. അവനെ വിട്ടുപോകാൻ കഴിയാതെ കുഴഞ്ഞു നിന്നു. എന്തു ചെയ്യണമെന്നറിയാതെ യുവാവും വിഷമിച്ചു. വികാരമൂർച്ചയിൽ മുങ്ങി നിന്ന ആ നിമിഷം സഹിക്കാൻ കഴിയാതെ ജീമൂതവാഹനൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചിന്തിച്ചു. ഈ നാഗയുവാവിന്റെ ജീവൻ രക്ഷിച്ച് ആ വൃദ്ധയെ സമാശ്വസിപ്പിക്കുന്നില്ലെങ്കിൽ എന്റെ ജന്മം നിഷ്ഫലം തന്നെ. വേണ്ടി വന്നാൽ എന്റെ ജീവൻ തന്നെയും അതിനുവേണ്ടി ഉപേക്ഷിക്കുക. ജീമൂതവാഹനൻ വൃദ്ധയുടെ അടുത്തേക്കു ചെന്നു. അമ്മ സങ്കടപ്പെടാതിരിക്കൂ. അമ്മയുടെ മകനെ ഞാൻ രക്ഷിച്ചു കൊള്ളാം. വൃദ്ധ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹം ആരായിരിക്കും? ഇദ്ദേഹത്തിന് എന്റെ മകനെ എങ്ങനെ രക്ഷിക്കുവാൻ കഴിയും? ജീമൂതവാഹനൻ പറഞ്ഞു, അമ്മയുടെ മകനെ തന്നെ ഭക്ഷിക്കണമെന്ന് ഗരുഡന് നിർബന്ധമൊന്നുമില്ല. ആരെ
ഭക്ഷിച്ചാലും മതി, ഞാൻ അവിടെ മൂടിപ്പുതച്ച് കിടന്നുകൊള്ളാം. ഗരുഡൻ എന്നെ ഭക്ഷിച്ച് വിശപ്പടക്കിക്കൊള്ളട്ടെ. വൃദ്ധയുടെ മകനും അദ്ദേഹത്തെ എതിർത്തു. തങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവത്യാഗം ചെയ്യുക അതെത്ര ഭയങ്കരമാണ്. യുവാവ് പറഞ്ഞു, അങ്ങയുടെ ദേഹം നശിപ്പിച്ച് എന്റെ ദേഹം രക്ഷിക്കുവാൻ ഞാൻ തയ്യാറല്ല. എന്നെ പോലെ ആത്മരക്ഷാ പൗരന്മാരായിട്ടുള്ളവർ ലോകത്തിൽ സുലഭമാണ്. അങ്ങയെപ്പോലെ പരാർത്ഥൈക പൗരന്മാർ വളരെ ചുരുക്കവും. അങ്ങയുടെ ജീവൻ നശിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. മാതാവിനെ മടക്കി അയച്ചിട്ട് യുവാവ് ക്ഷേത്ര ദർശനത്തിനായി പോയി. ആ സമയത്ത് വനമാകെ ഉലയ്ക്കുന്ന മട്ടിൽ ഒരു കൊടുങ്കാറ്റടിച്ചു. പർവ്വതം പറന്നു വരും പോലെ ഒരു ഹുങ്കാരം കേട്ടു. ജീമൂതവാഹനൻ ശ്രദ്ധിച്ചു. അത് ഗരുഡന്റെ വരവായിരുന്നു. സന്തോഷത്തോടെ അദ്ദേഹം ബലിക്കല്ലിൽ കയറി കിടന്നു. ഗരുഡൻ ധൃതിയിൽ പറന്നിറങ്ങി അദ്ദേഹത്തെയും കൊത്തി എടുത്തു. സന്തോഷത്തോടെ അദ്ദേഹം ബലിക്കല്ലിൽ കയറി കിടന്നു. ഗരുഡൻ ധൃതിയിൽ പറന്നിറങ്ങി അദ്ദേഹത്തെയും കൊത്തിയെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. മലയപർവ്വതത്തിന് മുകളിലേക്ക് ഗരുഡൻ പറക്കുന്നതിനിടയിൽ രക്തം പുരണ്ട ജീമൂതവാഹനന്റെ ചൂടാരത്നം താഴെ വീണുപോയി. അത് മലയവതിയുടെ മുന്നിൽ പതിച്ചു. അവൾ ചൂടാരത്നം ശ്വശുരനായ ജീമൂതകേതുവിനെ കാണിച്ചു. വിവരം മനസ്സിലാക്കിയ ജീമൂതകേതു പത്നിയോടും പുത്രപത്നിയായ മലയവതിയോടും കൂടി മലമുകളിലേക്ക് പുറപ്പെട്ടു. നാഗയുവാവ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വന്നപ്പോൾ ബലിക്കല്ലിൽ ചുടുരക്തം കണ്ടു. തനിക്ക് വേണ്ടി ആ വലിയ മനുഷ്യൻ സ്വന്തം ശരീരം ഉപേക്ഷിച്ചിരിക്കും എന്ന് മനസ്സിലായി. എങ്ങനെയും അദ്ദേഹത്തെ രക്ഷിക്കുക തന്നെ എന്നുറച്ചുകൊണ്ട് രക്തം വീണ വഴി നോക്കി നടന്നു. ജീമൂതവാഹനനെ കൊത്തി തിന്നുകൊണ്ടിരുന്ന ഗരുഡൻ താൻ കൊണ്ടുവന്നിരിക്കുന്നത് നാഗമല്ലെന്ന് മനസ്സിലാക്കി സൂക്ഷിച്ചു നോക്കി. മഹാത്മാവേ, അവിടുന്ന് ആരാണ്? അങ്ങേക്ക് ഈ അനുഭവം ഉണ്ടാവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. നീ നിന്റെ വിശപ്പടക്കുക എന്ന് മാത്രം ജീമൂതവാഹനൻ പറഞ്ഞു. ആ അവസരത്തിൽ നാഗയുവാവ് മലമുകളിലേക്ക് ഓടിക്കയറി വന്നു. ഒപ്പം ജീമൂതകേതുവും പത്നിയും മലയവതിയും എത്തിച്ചേർന്നു. അവൻ കരഞ്ഞുകൊണ്ട് ജീമൂതവാഹനനെ പേര് ചൊല്ലി വിളിച്ച് ഉറക്കെ വിളിച്ചു. താൻ ഭക്ഷിക്കുന്നത് മഹാത്മാവായ ജീമൂതവാഹനനെയാണെന്നറിഞ്ഞപ്പോൾ ഗരുഡൻ പശ്ചാത്താപ വിവശനായി. സൽഗുണ സമ്പന്നനും ഭൂതദയാലുവുമായ അദ്ദേഹത്തോട് ചെയ്ത തെറ്റിന് പരിഹാരമായി അഗ്നിപ്രവേശം ചെയ്ത് ആത്മാവ് വെടിയുക എന്ന് തന്നെ അദ്ദേഹത്തോട് ചെയ്ത തെറ്റിന് പരിഹാരമായി അഗ്നിപ്രവേശം ചെയ്ത് ആത്മാവ് വെടിയുക തന്നെ എന്നുറച്ചുകൊണ്ട് ഗരുഡൻ ജീമൂതവാഹനനെ വിട്ടുമാറി. ജീമൂതവാഹനൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ജീമൂതകേതുവും പത്നിയും മലയവതിയും മാറത്തടിച്ചു നിലവിളിച്ചു. മലയവതി ജഗദംബികയെ വിളിച്ചു സങ്കടപ്പെട്ടു. ദേവി, എന്റെ ഭർത്താവ് മരിച്ചല്ലോ, ഞാൻ വിധവയായി തീർന്നല്ലോ. ദേവി പ്രസാദം കൊണ്ട് പൊടുന്നനെ ജീമൂതവാഹനൻ ഉറക്കത്തിലെന്ന പോലെ എണീറ്റു. പരോപകാര സിദ്ധിക്കു വേണ്ടി സ്വന്തം ശരീരത്തെ പോലും ദാനം ചെയ്യുകയാൽ ദേവകൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചാശീർവദിച്ചു. ഗരുഡൻ അരുളി ചെയ്തു, മഹാത്മൻ, അങ്ങയുടെ കീർത്തിദാവല്യം ഈ ലോകത്തെ എന്നും പ്രകാശമാനമാക്കട്ടെ. ജീമൂതവാഹനൻ ഗരുഡനോട് അപേക്ഷിച്ചു, മേലിൽ അവിടുന്ന് നാഗങ്ങളെ ഉപദ്രവിക്കരുത്. ഇന്നോളം ഭക്ഷിച്ചവർക്കെല്ലാം അവിടുന്ന് ജീവൻ തിരിച്ചു നൽകിയാലും അങ്ങനെയാവട്ടെ എന്ന് ഗരുഡൻ ജീമൂതവാഹനനെ അനുഗ്രഹിച്ചു. തൽക്ഷണം മരിച്ച നാഗങ്ങളെല്ലാം ജീവിച്ചെഴുന്നേറ്റു. ജീമൂതവാഹനൻ അച്ഛനമ്മമാരോടും ഭാര്യയോടും കൂടി ചിരകാലം സുഖമായി ജീവിച്ചു. പരോപകാരത്തിനു വേണ്ടി സ്വന്തം ശരീരം നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നവർ മഹാത്മാക്കളാണ്. അവർക്ക് ഒരിക്കലും നാശമുണ്ടാവില്ല എന്നാണ് ഇതിന്റെ ഗുണപാഠം. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.